എല്ലാവരും നിർബന്ധമായിട്ടും വോട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ പോളിംഗ് ശതമാനം കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. പോളിംഗ് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. രാഷ്ട്രീയത്തിലുപരി എങ്ങനെയാണ് സർക്കാർ എങ്ങനെ ഭരണകൂടം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? വിശ്വാസിയാണ്. എപ്പോഴും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൈത്തും ദൂരത്തുള്ള ഒരു ഭരണ സംവിധാനം തന്നെ വേണം നമുക്ക് എപ്പോഴും. അതാണ് നമ്മൾ ശീലിച്ചത്. അല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ശീലിച്ചതെല്ലാം തന്നെ ഏറ്റവും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഇത് നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലം മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെയൊക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാര്യം എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയും ഞാൻ എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് എനിക്ക് അറിയാവുന്നവരും പ്രിയപ്പെട്ടവരും ഇഷ്ടമല്ലാത്തവരും താല്പര്യമില്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരോടും ഒരു വ്യത്യാസം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. പിഷാരടി മാത്രമല്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഇപ്പം നിലവിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നവരും MLA-മാരായിട്ടിരിക്കുന്നവരും ഒരുപാട് നല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഉറ്റുനോക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും നമുക്കുള്ള ഒരു നാടാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ജോസഫ് സാറിന് മാറി നിന്നത് അടുത്ത ജനറേഷൻ വരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ നേതാക്കന്മാർക്കുള്ള ഒരു മെച്യൂരിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർ മനസ്സിലാക്കുകയും പുതിയ തലമുറയ്ക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പിന്തുടരേണ്ട ഒരു കാര്യമാണ്. അതെ, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം ജോസഫ് സാർ വിളിച്ച് ചോദിച്ചു ഞാൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. വീട്ടിൽ വിളിച്ച് അങ്ങനെ ഒരു വാർത്ത കേട്ടെന്ന് പറഞ്ഞു. അത് എനിക്കും വീട്ടില് വാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അതെ, കാര്യം ജോസഫ് സാർ എനിക്ക് എന്റെ ചെറുപ്പം മുതലേ അറിയാവുന്ന 2 പേരുകളാണ്. ഞാൻ പഠിച്ച ആദ്യത്തെ 2 പേരുകളാണ് PT തോമസും PG ജോസഫും. ഞാൻ ഇലക്ഷൻ കാണുന്ന സമയം മുതൽ നമുക്കറിയാവുന്ന 2 പേരുകളാണ്. അപ്പൊ അവരുമായിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പം ചെറുപ്പം മുതലുണ്ട്. അപ്പൊ ജോസഫ് സാർ അങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് അന്വേഷണം നടത്തിയിരുന്നു. തൊടുപുഴ എനിക്കറിയില്ല, നിങ്ങൾ തൊടുപുഴയിൽ മാത്രം നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ പോയി വരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും തൊടുപുഴ അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞത് മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാനൊരു ഷോർട്ട് കട്ട് എടുത്ത് മുതലക്കോടം പട്ടയങ്കവല വഴി ഇറങ്ങി വന്നപ്പോ ഞാൻ ചെറുപ്പത്തിൽ സൈക്കിൾ ഔട്ട് കാണുന്ന സ്ഥലമാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അത് തൊടുപുഴക്കാർക്ക് ആയവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്ര അത്ഭുതകരമായി മാറ്റം നടക്കുന്ന ഒരു സ്ഥലമാണ് തൊടുപുഴ. ഇനിയും കൂടുതൽ നടക്കട്ടെ. നല്ല റോഡുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ വളരെ മിനിമൽ സമയം കൊണ്ട് എറണാകുളത്ത് നിന്ന് തൊടുപുഴ വരെ എത്താൻ പറ്റി. വളരെ സജീവമായ പ്രവർത്തനങ്ങൾ റോഡിലാണെങ്കിലും എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അല്ല, നമ്മൾ അർഹിക്കുന്നതാണ് അത്. ആർക്കും മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നെയോ? ഇല്ലില്ല, എനിക്കത് ഇല്ല. എന്റെ ആഗ്രഹം അവരുടെ ആഗ്രഹവും സിനിമയെ തുടരുക എന്നുള്ളത്. ഇപ്പൊ എന്തായാലും എന്റെ ഒരു മെച്ചൂരിറ്റി ലെവലൊന്നും വെച്ചിട്ട് ഞാൻ അതിന് അർഹനല്ല. പക്ഷെ അത് കഴിവുകൾ തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള നടന്മാരും അതെ, നടനായിരിക്കാം. ഒരു കാര്യം, പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രക്രിയയോട് അവരുടെ അകലം പാലിക്കുന്നുണ്ട്. അവർക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നമ്മൾ വോട്ട് ചെയ്യാതെ നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ രേഖപ്പെടുത്താതെ നമ്മൾ ഇനിയുള്ള കാലത്ത് അഭിപ്രായം പറയുന്നതിനോടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ ദേഷ്യം കാണിക്കുന്നതിനോടൊന്നും കാര്യമില്ല. നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങളുടെ എന്ത് ദേഷ്യവും സന്തോഷവും പങ്കുവെക്കാം.